ഹലോ ഫ്രണ്ട്സ്, ശരത്ത്. ഓക്കെ, ശരത്ത് ഇവിടെ ബാഴ്സലോണ എത്ര നാളായി? ഞാനിപ്പോൾ ഒരു കൊല്ലമായി വന്നിട്ട്. വന്നിട്ടല്ലേ? ഓക്കെ, ശരത്ത് ഒരു കൊല്ലം വന്നിട്ടല്ലേ? ഒരു കൊല്ലം 10 മാസം, ഓഗസ്റ്റിലേക്ക് ഒരു കൊല്ലം. ഓക്കെ, വെരി ഗുഡ്. നാട്ടിലെവിടെയാണ് ഇപ്പോൾ? ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ ഒത്തിരി പിള്ളേർ കേരളത്തിലെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് യൂറോപ്പിൽ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എന്തെങ്കിലും ഒരു നിൻ്റെ മോൻ്റെ ശരത്തിൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള കാര്യം ഒന്ന് പറയാമോ? ഞാൻ 10ാം ക്ലാസ് വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റിലേക്ക് മാറി. +1 +2 ഞാനൊരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ 10ൽ എനിക്ക് മാത്സിലും ഫിസിക്സിലും ഒക്കെ നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് എന്ത് പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബയോളജി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ മാത്സ് ആണ് എടുത്തത്. കമ്പ്യൂട്ടർ സയൻസും മാത്സും ഉള്ള സ്ട്രീമാണ് +1 +2 എടുത്തത്. പക്ഷേ ബയോളജി താല്പര്യം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ബയോളജി എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ ഇതെടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ ഏത് സ്ട്രീമാണെന്ന് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. അതിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പേരൻസും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് 12th എഴുതി. അത് കഴിഞ്ഞ് ഞാൻ 1 ഇയർ പാലാ ബ്രില്യൻറ്റിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. പാലാ ബ്രില്യൻറ്റിൽ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ് ഞാൻ കയറിയത്. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. നേരത്തെ സംസാരിച്ച മാധവും ഞങ്ങളും ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കലാണ് ചെയ്തത്. എനിക്കങ്ങനെ പെർട്ടിക്കുലർലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒരു സ്ട്രീമിനോട്. പക്ഷേ ഇലക്ട്രിക്കൽ എടുക്കാം, അത് കുറച്ചും കൂടിയും പ്രാക്ടിക്കലാണ്. കാരണം അത് എല്ലാ സ്ട്രീമിലേക്കും ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നി. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യണമെങ്കിലും ഇലക്ട്രിക്കൽ പഠിച്ചാലും വലിയ പ്രശ്നമല്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ മാറിപ്പോണവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ഞാൻ ഡെലോയിറ്റിലാണ് വർക്ക് ചെയ്തത്. അത് ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയത്. അല്ല, ട്രിവാൻഡ്രത്ത് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്ഡ് ആയതാണ്. അങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഡെലോയിറ്റിൽ 4 കൊല്ലം വർക്ക് ചെയ്തു. ഡെലോയിറ്റ് കൺസൾട്ടിങ് കമ്പനിയാണ്. അവിടെ 4 കൊല്ലം ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ബാക്ക് എൻഡിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ റിലേറ്റഡ് വർക്കാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളൊരു പ്ലാൻ വന്നത്. അപ്പോൾ എനിക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം തന്നെയായിരുന്നു താല്പര്യം. പക്ഷെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടും പഠിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള കോഴ്സിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ അതൊരു മിക്സ്ഡ് ഒരു കോഴ്സാണ്. ടെക്നിക്കലും ബിസിനസ്സും ഭയങ്കര ഏറ്റവും കൂടുതൽ മിക്സ് വരുന്ന ഒരു കോഴ്സാണത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവൻ സംസാരിച്ച പോലെ തന്നെ ഞാൻ ഇതുപോലെ യൂറോപ്പിൽ വരണമെന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും ചാൻസ് ഉള്ളത് 2-3 എണ്ണം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ SRDയിൽ ബാഴ്സലോണയിലാണ് കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ ഞാൻ കോഴ്സ് തീരാറായി. ഇപ്പോൾ ഞാൻ ഇന്റേൺഷിപ്സിനും ജോബിനും ഒക്കെ അപ്ലൈ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിലാണ്. 10 മാസം സ്പീഡിലെല്ലാം പോകുന്നു. എല്ലാം ഭയങ്കര സ്പീഡിൽ പോയി. 1 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. എന്നാലും ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്നു ഇവിടെ എത്താൻ പറ്റിയതല്ലേ? അതെ. ലൈഫിൽ ഒത്തിരി ഒരു ഹോപ്പ് അല്ലേ, ഒരു ഡ്രീംസ് ഒക്കെ അടുത്തെത്തി. ഭയങ്കര എക്സ്പോഷറാണ്, പുതിയ ആൾക്കാരെ കാണാം. നമ്മുടെ ഈ യൂത്തിനോട് എന്താ പറയാനുള്ളത്? അവരോട് മാക്സിമം ട്രൈ ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംമാതിരിയാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ട്രൈ ചെയ്താലേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എവിടെയെന്ന് മനസ്സിലാവുള്ളൂ. നമ്മളെ കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കംഫർട്ടബിൾ റിസ്ക് എടുത്ത് അതിനനുസരിച്ച് റിവാർഡ് കിട്ടും. ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ ഒരു ഹോപ്പിൽ നിങ്ങൾ നീങ്ങിയാൽ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടും എന്നാണ് എൻ്റെ ഫീലിംഗ്. ഓക്കെ ശരത്ത്, ഒത്തിരി നന്ദി കേട്ടോ. നമ്മുടെ ഒത്തിരി യൂത്തിന് ഇതൊരു ഉപകാരപ്രദം, എൻ്റെ അനുഭവം എക്സ്പീരിയൻസും ഉപകാരപ്രദമാണ്. ഓക്കെ, ബൈ പറഞ്ഞു. ബൈ.